ഇടതുകോട്ടയായ കോഴിക്കോട്ടെ പല ശക്തി കേന്ദ്രങ്ങളിലും വോട്ട് ചോർച്ച ഉണ്ടായെന്നും ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഭാവിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും CPM നേതാക്കൾ തന്നെ പറയുന്നു. വോട്ട് ചോർച്ച അപ്രതീക്ഷിതമാണ്. തിരുത്തൽ നടത്തി മുന്നോട്ട് പോകണമെന്നാണ് നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ഇന്നലെ കോഴിക്കോട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഈ വിലയിരുത്തലുണ്ടായത്. കോഴിക്കോട് നോർത്ത് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പോലും BJP വലിയ മുന്നേറ്റമാണ് നടത്തിയത്. CPMന് പരമ്പരാഗതമായി കിട്ടിയിരുന്ന വോട്ടുകളാണ് BJPക്ക് ലഭിച്ചത്. ഇത് അപകടമാണ്. പരിഹാരം വേണം. ഇല്ലെങ്കിൽ ഭാവിയിൽ തിരിച്ചടി ഉണ്ടാവും. ഒരു സംശയവും വേണ്ട. എലത്തൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയതിൽ വീഴ്ച പറ്റി, അല്ലെങ്കിൽ മണ്ഡലം നഷ്ടമാവില്ലായിരുന്നു. LDF പ്രവർത്തകർ പലയിടത്തും സജീവമായി പ്രചാരണത്തിനിറങ്ങിയതുമില്ല. പണ്ട് സംസ്ഥാനത്ത് ശക്തമായ UDF തരംഗമുണ്ടായിരുന്നപ്പോഴും കോഴിക്കോട് LDF പിടിച്ചു നിന്നിട്ടുണ്ട്. ഇത്തവണ കൂടുതൽ മണ്ഡലങ്ങൾ നഷ്ടമാകുമെന്നത് ഉറപ്പായിരുന്നു. എന്നാൽ ഇത്രയും വലിയ തിരിച്ചടി ആരും പ്രതീക്ഷിച്ചില്ല. ഇടത് ശക്തി കേന്ദ്രമായ പേരാമ്പ്രയിൽ പോലും UDF സ്ഥാനാർത്ഥി മുന്നിലെത്തിയത് പരിശോധിക്കണം. ചില മണ്ഡലങ്ങളിലെ പ്രവർത്തന ശൈലിയിൽ പ്രശ്നം വന്നു. അത് തിരുത്തേണ്ടതുണ്ടെന്നും ആവശ്യമുയർന്നു. നേതാക്കൾ പരസ്പരം പഴിചാരാതെ ഒറ്റക്കെട്ടായാണ് പ്രശ്ന പരിഹാര നിർദ്ദേശവുമായി നിലപാടെടുത്തത്. LDF കൺവീനർ TP രാമകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PA മുഹമ്മദ് റിയാസ്, PK ബിജു തുടങ്ങിയവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഈ യോഗം നടന്നത്. ഇന്നും നാളെ നടക്കുന്ന യോഗങ്ങളിലും ഇവരെല്ലാം പങ്കെടുക്കും.